എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് തിയറി എന്നീ കോഴ്സിലുള്ള ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് ഈ വീഡിയോയിൽ ബേസിക് ടെർമിനോളജീസ്, നെറ്റ്വർക്ക് അനാലിസിസിലുള്ള ബേസിക് ടെർമിനോളജീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എന്താണ് നെറ്റ്വർക്ക്? So network is basically an interconnection of various elements. Electrical elements in the interconnection ആണ് നമ്മൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ elements? So elements basically in a network are resistor, inductor, capacitor, voltage source and current source. ഈ 5 എലിമെന്റ്സ് ആണ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലുള്ളത്. നമുക്ക് എന്തിനെ വേണമെങ്കിലും ഈ 5 എലിമെന്റ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വെദർ ഇറ്റ്സ് എ മെക്കാനിക്കൽ സിസ്റ്റം, സിവിൽ സിസ്റ്റം, കെമിക്കൽ സിസ്റ്റം, എന്തിനെയാണെങ്കിലും നമുക്ക് ഈ 5 എലിമെന്റ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഈ എലിമെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ദ സെക്കൻഡ് വൺ ഈസ് സർക്യൂട്ട്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സർക്യൂട്ട് എന്താണ്? സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഇൻ എ നെറ്റ്വർക്ക്. സോ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സർക്യൂട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ലൂപ്പ്. സോ ലൂപ്പ് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. സോ ക്ലോസ് പാത്ത് എന്തിനാണ്? കറണ്ട് ഫ്ലോ ചെയ്യാനാണ്. സോ ലൂപ്പ് ഈസ് എ ക്ലോസ് പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ്. ഇനി അടുത്ത ഒരു ടെർമിനോളജി, ലൂപ്പിന് സിമിലർ ആയിട്ടൊരു ടെർമിനോളജി നമുക്ക് പഠിക്കാനുള്ളത് മെഷ് ആണ്. എന്താണ് ഈ മെഷ്? സോ മെഷിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് വരച്ചിട്ട് അത് അനലൈസ് ചെയ്യാം. സോ ഒരു സിമ്പിൾ നെറ്റ്വർക്ക് വരയ്ക്കുകയാണ്. സോ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ, മേ ബി ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, ഒരു സിമ്പിൾ നെറ്റ്വർക്ക് വരയ്ക്കുകയാണ്. സേ ദിസ് ഈസ് R1, R2, R3, L, C, V. ഓക്കെ, സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എത്ര ക്ലോസ് പാത്ത് ഉണ്ട്? സോ നമുക്ക് ഇതിനെ ഒരു ക്ലോസ് പാത്ത് ആയിട്ട് എടുക്കാം. സോ ക്ലോസ് പാത്ത് നമ്പർ 1 ഓർ ലൂപ്പ് 1. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലോസ് പാത്ത് ഉണ്ട്. സോ ഇത് ലൂപ്പ് 2. ഇനി നോക്കുകയാണെങ്കിൽ ഇതും ഒരു ക്ലോസ് പാത്ത് ആണ്. ഇതൊരു പാത്താണ്, അത് ക്ലോസ്ഡ് ആണ്. സോ ഇതും ഒരു ക്ലോസ് പാത്ത് ആണ്. ദാറ്റ് ഈസ് ലൂപ്പ് 3. ഓക്കെ, സോ ലൂപ്പ് 1, ലൂപ്പ് 2 ആൻഡ് ലൂപ്പ് 3. അത് ഈ ഒരു നെറ്റ്വർക്കിനകത്ത് 3 ക്ലോസ് പാത്ത് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ക്ലോസ് പാത്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ് പാത്ത് 1ഉം 2ഉം ഒബ്സർവ് ചെയ്താൽ 1നകത്ത് വേറെ പാത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പാത്ത് എടുക്കുവാണെങ്കിൽ അതിനകത്തും വേറെ പാത്തൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ തേർഡ് ലൂപ്പ് എടുക്കുവാണെങ്കിൽ നോക്കിയേ. സോ തേർഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു പാത്താണ് നമ്മുടെ തേർഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ആ തേർഡ് ലൂപ്പ് എടുക്കുവാണെങ്കിൽ തേർഡ് ലൂപ്പിനകത്ത് നമുക്ക് ഏതൊക്കെയുണ്ട്? ലൂപ്പ് 1ഉം ഉണ്ട്, ലൂപ്പ് 2ഉം ഉണ്ട്. സോ ലൂപ്പ് 3 എടുക്കുകയാണെങ്കിൽ ലൂപ്പ് 3ക്ക് അകത്ത് ഈ 2 ലൂപ്പുകളും വരും. സോ ഇറ്റ്സ് എ loop. There are loops inside this particular loop, അല്ലേ? അപ്പൊ ലൂപ്പ് 1ഉം 2ഉം എടുക്കുകയാണെങ്കിൽ there are no loops inside that. അങ്ങനെയുള്ള ലൂപ്സിനെ പറയുന്ന പേരാണ് മെഷ്. മെഷ് ഈസ് എ ലൂപ്പ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ഇന്നർ ലൂപ്സ്. ലൂപ്പിനകത്ത് വേറെ ലൂപ്പ് ഇല്ലാത്ത ലൂപ്സിനെയാണ് പറയുന്നത് മെഷ്. മെഷ് ഈസ് എ ലൂപ്പ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ഇന്നർ ലൂപ്സ്. മെഷ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതിനകത്ത് വേറെ ലൂപ്പ് ഒന്നും കാണത്തില്ല. മെഷ് എന്ന് പറയുന്ന ലൂപ്പാണ്, പക്ഷെ അതിനകത്ത് വേറെ ലൂപ്പില്ല. അതിനെയാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത ടെർമിനോളജി നമുക്ക് പഠിക്കാനുള്ളത് നോഡ് ആൻഡ് ബ്രാഞ്ച്. ഓക്കെ, എന്താണ് ഈ നോഡ്? ബൈ ഡെഫിനിഷൻ നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോയിന്റ് വെയർ 2 or more elements are connected. അതായത് ഒരു പോയിന്റിൽ 2ഓ അതിലധികമോ എലിമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നോഡ് എന്ന് പറയും. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു നോഡാണ്. ഇതിനകത്ത് ഈ ഒരു പോയിന്റിൽ റെസിസ്റ്ററും ഇൻഡക്ടറും കണക്ട്, അത് നോഡാണ്. ഇതൊരു നോഡാണ്. അതുപോലെ ഇതൊരു നോഡാണ്. പിന്നെ ഇവിടെ ഒരു നോഡുണ്ട്. ഇത്രയും നോഡ്സ് ഉണ്ട്. 1, 2, 3, 4, 5. അങ്ങനെ ഓരോ നോഡിനും ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വേരിയബിൾ കാണും. അതിന് ഇപ്പൊ ഈ എല്ലാ നോഡും എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും. അല്ല, ഇതിനകത്ത് നമ്പർ ഓഫ് നോഡ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? നമുക്ക് നോക്കിയാൽ അറിയാം.
ഇതിനകത്ത് ഈ പോയിന്റ്, ഈ ഒരു നോഡ് 1 എടുക്കുവാണെങ്കിൽ, നോഡ് 1ന് മുമ്പും അതിന് ശേഷവും ഉള്ള കറണ്ടിന്റെ വാല്യൂ സെയിം തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു സെപ്പറേറ്റ് നോഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ നോഡ് 2 എടുക്കുവാണെങ്കിലോ അതുപോലെ തന്നെയാണ്. പക്ഷെ നോഡ് 3 നോക്കിയേ. സോ നോഡ് 3 നോക്കിക്കഴിഞ്ഞാൽ നോഡ് 3യിലെ ഈ സെക്ഷനിൽ എടുക്കുന്ന കറണ്ടും ഇവിടുത്തെ കറണ്ട് ഡിഫറെന്റ് ആണ്, അതും ഇവിടുത്തെ കറണ്ട് ഡിഫറെന്റ് ആണ്. അന്നേരം ഇതിനെ ഒരു സെപ്പറേറ്റ് നോഡായിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ a point where 3 or more elements are connected. നമ്മൾ അനാലിസിസിന് 3 or more elements are connected is considered as a node. But by definition, even though it is 2 or more elements, നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് കുറയ്ക്കാൻ വേണ്ടി 3 അതിൽ കൂടുതലോ എലിമെന്റ്സ് ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു നോഡായിട്ട് എടുക്കത്തുള്ളൂ. സോ നോഡ് 4 എടുക്കുവാണെങ്കിൽ അതിനെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ കറണ്ട് സെയിം തന്നെയാണ്. നോഡ് 5 എടുക്കുകയാണെങ്കിൽ അവിടെ 3 എലിമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഈ നെറ്റ്വർക്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന നോഡ്സ് ഏതൊക്കെയാണ്? ഈ നെറ്റ്വർക്കിൽ എടുക്കാൻ പോകുന്ന നോഡ്സ് നോഡ് 3 ആൻഡ് നോഡ് 5. ഇതാണ് 2 നോഡ് ഈ നെറ്റ്വർക്കിനകത്ത് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ബ്രാഞ്ച് എന്താണ്? സോ ബ്രാഞ്ച് ഈസ് ദ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ബിറ്റ്വീൻ 2 നോഡ്സ്. 2 നോഡിനിടയ്ക്കുള്ള ആ ഒരു പാർട്ട്, ആ ഒരു സെക്ഷനെയാണ് പറയുന്നത് ബ്രാഞ്ച്. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു നെറ്റ്വർക്ക് എടുക്കുവാണെങ്കിൽ ഇതൊരു ബ്രാഞ്ചാണ്. ഞാൻ വേണമെങ്കിൽ വേരിയബിൾ നെയിം കൊടുത്തിട്ട് പറയാം. സോ ഇത് എ, സേ ദിസ് ഇസ് എ, ബി, ഇത് സി ആയിട്ട് എടുക്കാം. അതുപോലെ ഈ പോയിന്റ് ഡി ആയിട്ട് എടുക്കാം. ഇ, സേ ദിസ് ഇസ് എഫ്, ജി. ഓക്കെ, സോ വിൽ ടേക്ക് ലൈക്ക് ദിസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡി ഇ എ ബി സി, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സെക്ഷനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഡി ഇ എ ബി സി, ഇതൊരു ബ്രാഞ്ചാണ്. അതുപോലെ ഇവിടെ നോക്കിയേ, സി എഫ് ജി ഡി, ഇതൊരു ബ്രാഞ്ചാണ്. സി എഫ് ജി ഡി, ഇതൊരു ബ്രാഞ്ചാണ്. അതുപോലെ ഇതും ഒരു ബ്രാഞ്ചാണ്. ദാറ്റ് ഈസ് സി ഡി ഈസ് അനദർ ബ്രാഞ്ച്. അന്നേരം ഈ ഒരു നെറ്റ്വർക്കിനകത്ത് 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഡി എ എഫ് ബി സി, സി എഫ് ജി ഡി ആൻഡ് സി ഡി, 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഓക്കെ, സോ ബ്രാഞ്ച് ഈസ് ദ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ബിറ്റ്വീൻ 2 നോഡ്സ്. അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മെഷ് ഇസ് എ ലൂപ്പ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഇന്നർ ലൂപ്സ്. നോഡ് എടുക്കുന്നത് പോയിന്റ് വെയർ 3 or more elements are connected, and branch is the part of the network between 2 nodes. Okay, so next we will discuss about the various elements. നമ്മൾ നേരത്തെ പഠിച്ചു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, പിന്നെ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറന്റ് സോഴ്സ്. ഇതാണ് നമ്മുടെ 5 എലിമെന്റ്സ്. ഇതിനകത്ത് RLC എന്ന് പറയുന്നത് they cannot supply energy by its own. Okay, so they can either absorb energy, റെസിസ്റ്റർ ആണെങ്കിൽ അബ്സോർബ് ചെയ്യും, ഇൻഡക്ടറും കപ്പാസിറ്ററും എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. Okay, so these 3 elements are called passive elements because they cannot supply energy, so they are called passive elements. Whereas voltage source and current source എന്താണ്? So they can supply energy, so they are called active elements. So passive elements and active elements. Passive elements means elements which can absorb or store energy, or they cannot supply energy, so those are called as passive elements, and elements which can supply energy are called as active elements. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ലീനിയർ എലിമെന്റ്സ്. എന്താണ് ലീനിയർ എലിമെന്റ്സ്? എലിമെന്റ്സ് വിച്ച് ഒബേ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, അതിനെയാണ് പറയുന്നത് ലീനിയർ എലിമെന്റ്സ്. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ എലിമെന്റ്സ് വിച്ച് ഹാവ് എ ലീനിയർ വോൾട്ടേജ് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. VI ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ലീനിയർ. അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്ററും എടുക്കാം. സോ ഇവിടെ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 10 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. സോ റെസിസ്റ്ററിന്റെ വാല്യൂ 2 ഓംസ് ആണ്. ഓക്കെ, സോ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, സോ വോൾട്ടേജ് 10 ആണ്. അന്നേരം കറണ്ട് എത്രയാണ് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് എന്ന് പറയുന്നത് 10/2. ഓംസ് ലോ യൂസ് ചെയ്യുകയാണെങ്കിൽ 10/2. സോ ദറ്റ് ഈസ് 5 ആംപിയർ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ,
സോ ഇനിയിപ്പം ഈ 10 വോൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ സോഴ്സ് ആണ് അസ്യൂം ചെയ്യുക. ഇതിന് പകരം 20 വോൾട്ട് ആക്കുകയാണ്. സോ 20 വോൾട്ട് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? 20 വോൾട്ട് ആക്കുമ്പോഴത്തേന് ഇവിടെ 20 വോൾട്ട് ആണ്. കറണ്ട് എത്ര? 20/2. സോ 10 ആംപിയർ. ഓക്കെ. സോ 30 ആണെങ്കിലോ? 30 ആണെങ്കിൽ 30/2. സോ ദറ്റ് ഈസ് 15 ആംപിയർ. സോ നമ്മളിത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, സോ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, സോ ഇവിടെ നമുക്കറിയാം, സോ 10 വോൾട്ട് ആണെങ്കിൽ കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. സോ 20 ആണെങ്കിലോ? സോ 20 ആണെങ്കിൽ ഇത് 10 ആംപിയർ ആണ്. 0 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് 0 ആണ്. സോ അതായത് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. സോ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് കിട്ടും. അന്നേരം വോൾട്ടേജ് വേഴ്സസ് കറണ്ട് എന്ന് പറയുന്ന ഒരു ലീനിയർ ആണ്. സോ അങ്ങനെയുള്ള എലിമെന്റ്സിനെ പറയുന്ന പേരാണ് ലീനിയർ എലിമെന്റ്സ്. ഇനി നമുക്കൊരു ഡൗട്ട് വരാം, ഇൻഡക്ടറും കപ്പാസിറ്ററും ലീനിയർ ആണോ അല്ലയോ എന്നുള്ളത്. സോ ഇൻഡക്ടറും കപ്പാസിറ്ററിന്റെ കേസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു എ സി സോഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. എ സി വോൾട്ടേജ് സോഴ്സ്. സോ ഇറ്റ് ഈസ് 10 sin omega t എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ ഒരു ഇൻഡക്ടറിൽ അപ്ലൈ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ എന്ന് പറയുന്നത് J2 ആണെന്ന് അസ്യൂം ചെയ്യാം. J2 ohms is ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ. സോ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും? സോ 10 sin omega t by J2. സോ ദാറ്റ് ഈസ് 10/2. സോ ദാറ്റ് ഈസ് 5 sin omega t minus 90. So it is minus 90. So that is the current is lagging behind the voltage by 90 degree. Okay. So ഇതാണ് അതിന്റെ വാല്യൂ. സോ 10 ആംപിയർ 10 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്? മാക്സിമം വാല്യൂ ഇസ് 5 ആംപിയർ. ഇത് 20 ആയിരുന്നെങ്കിലോ ഇത് 10 ആവും. സോ ഇറ്റ് ഈസ് അഗെയിൻ ഹാവിങ് എ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ലീനിയർ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എലിമെന്റ്സിനെ പറയുന്ന പേരാണ് ലീനിയർ എലിമെന്റ്സ്. സോ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ലീനിയർ എലിമെന്റ്സ് ആണ്. അതൊരു കൺഫ്യൂഷൻ വേണ്ട. ഇൻഡക്ടറും കപ്പാസിറ്ററും ലീനിയർ ആണ്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സിന്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. വോൾട്ടേജ് സോഴ്സ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ. ഓക്കെ. സോ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ. എന്താണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിന്റെ ടെർമിനൽ വോൾട്ടേജ്. സോ ടെർമിനൽ വോൾട്ടേജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കറണ്ട്, amount of current flowing through the circuit. റെസിസ്റ്റർ കണക്ട് ചെയ്യാണ്. ഇത് 10 വോൾട്ട് ഉണ്ടെങ്കിൽ ഇത് എത്ര വാല്യൂ ഓഫ് കറണ്ട് ഇതിനകത്തോടെ ഫ്ലോ ചെയ്താലും ഇത് 10 വോൾട്ട് ഇതിനെ ക്രോസ് ആയിട്ട് ടെർമിനൽസിനെ ക്രോസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും. സോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് കറണ്ട് വേഴ്സസ് വോൾട്ടേജ്, നമുക്ക് കറണ്ടിന്റെ വാല്യൂ എന്താണെങ്കിലും ടെർമിനൽ വോൾട്ടേജ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സോഴ്സിനെയാണ് പറയുന്നത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇനി എന്താണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്? ഒരിക്കലും നമുക്ക് ഇവിടെ കറണ്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്റേണൽ ആയിട്ട് റെസിസ്റ്റൻസ് കൂടെ കാണും ഈ സോഴ്സിന്. അന്നേരം ഈ സോഴ്സിൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് കൂടുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ഉണ്ടാവും. അവിടെ ഡ്രോപ്പ് ഉണ്ടായിട്ട് ഈ ടെർമിനൽ വോൾട്ടേജ് കുറയും. അതായത് നമ്മൾ വീണ്ടും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കറണ്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വോൾട്ടേജിന്റെ വാല്യൂ കുറയും. ഫോർ എക്സാമ്പിൾ ഇത് 10 വോൾട്ട് തന്നെയാണ്. ഇതിപ്പോൾ റെസിസ്റ്റൻസ് വേരിയബിൾ ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് ഇത് 2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 10/2. സോ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. സോ 2 ആണ്, ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്, അങ്ങനെ അസ്യൂം ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 1 ohms ആണെന്ന് അസ്യൂം ചെയ്യാം. അന്നേരം എന്ത് സംഭവിക്കും? ഇവിടെ ഒരു 2 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാവും. അതിന് ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ടേ വരത്തുള്ളൂ അല്ലേ? സോ അതേപോലെ 3 ആംപിയർ കറണ്ട് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ലോഡ് വേരി ചെയ്യുമ്പോൾ 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ 10 മൈനസ് 3 into 1, 3 ആംപിയർ ആണ്. 3 into 1, 3 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് വരും. സോ 10 മൈനസ് 3, 7 വോൾട്ട് ഇവിടെ വരത്തുള്ളൂ. അന്നേരം കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുന്നു. അതിനെയാണ് ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആകുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് R is equal to 0. ഇവിടെ ആണെങ്കിൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് 6 ohms ഉണ്ടായിരിക്കും. ഓക്കെ. സോ അതിനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കണം. ഐഡിയൽ ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. ടെർമിനൽ വോൾട്ടേജസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് കറണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് കൂടുമ്പം വോൾട്ടേജ് കുറയും. ഇനി ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിന്റെ കേസിൽ കറണ്ടിന്റെ വാല്യൂ, ലോഡിക്കുള്ള കറണ്ടിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. എന്ത് വോൾട്ടേജ് ആണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ഐഡിയൽ കറണ്ട് സോഴ്സ്. ഇവിടെയും ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ സെയിം തന്നെ വരും. സോ നമുക്ക് എക്സ് ആക്സിൽ വിയും വൈ ആക്സിൽ ഐയും നോക്കാം. സോ വോൾട്ടേജ് എന്താണെങ്കിലും കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയും.
ഇനി പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്താണ്? കറണ്ട് സോഴ്സ് ആണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്? പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൽ പാരലൽ ആയിട്ടായിരിക്കും. സോ ഇതാണ് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, സോ നമ്മൾ ലോഡ് ഇവിടെ കണക്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് ലോഡ്, ദിസ് ഈസ് ഓൾസോ എ ലോഡ്. ഓക്കെ, സോ അതിന് ഇവിടെ എന്ത് സംഭവിക്കും? വോൾട്ടേജ് വേരി ചെയ്യുമ്പം കറണ്ടിന്റെ വാല്യൂ വേരി ചെയ്യും. Okay, so current value is not constant. It decreases actually. It decreases when the voltage increases. Okay, so അന്നേരം ആ ഒരു വേരിയേഷൻ വരുന്ന ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയൽ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് as well as വോൾട്ടേജ് സോഴ്സ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കണം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ഇസ് second classification is independent and dependent. So independent source എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ റെപ്രസെന്റേഷൻ ഒരു സർക്കിൾ ആണ് ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ. സോ പ്ലസ് മൈനസ് 10 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇത് 10 വോൾട്ട് ആയിരിക്കും സപ്ലൈ. 10 വോൾട്ട് ആണ് അതിന് സപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി. സോ 10 വോൾട്ട് അത് സപ്ലൈ ചെയ്യും. അതുപോലെ ഇൻഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ആരോ മാർക്കാണ്. സോ 10 ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സപ്ലൈ 10 ആംപിയർ. സോ ഈ 10 ആംപിയർ ഈ സോഴ്സ് തന്നെ സപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി സെൽ അല്ലെങ്കിൽ ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇത് വേറെ ഒരു വോൾട്ടേജിനെ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തല്ല. അത് അതിൻ്റെതായ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് അതിന് 10 വോൾട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. സോ അന്നേരം അതിനെ പറയുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് സോഴ്സ്. ഇൻഡിപെൻഡന്റ് സോഴ്സിന്റെ സിമ്പിൾ നോക്കിക്കണം, സർക്കിൾ ആണ്. ഇപ്പം എ സി ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് എങ്ങനെ ഒരു സൈൻ വേവ് സിമ്പിൾ ആയിരിക്കും അതിനകത്തുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. എ സി സോഴ്സ് ആണ്, ഇവിടെ ഒരു പ്ലസ് മൈനസ് മാർക്ക് കാണും. ഇതെന്താ ഈ പ്ലസ് മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റന്റേനിയസ്ലി നമുക്ക് അനാലിസിസ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പൊളാരിറ്റി വേണം. വോൾട്ടേജ് സോഴ്സിന്റെ ആണെങ്കിലും കറണ്ട് സോഴ്സിന്റെ ഓഫ് കോഴ്സ് ആരോ മാർക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ കേസിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പൊളാരിറ്റി വേണം. അതുകൊണ്ടാണ് പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതൊരു സൈൻ വേവ് സിമ്പിൾ ആണെങ്കിൽ അതൊരു എ സി വോൾട്ടേജ് സോഴ്സ് ആണ്. എ സി കറണ്ട് സോഴ്സും ഇത് തന്നെയാണ് സിമ്പിൾ, ഒരു ആരോ മാർക്ക് തന്നെയാണ്. ഡി സി വോൾട്ടേജ് സോഴ്സ് ആണ് പ്ലസ് മൈനസ്. ഓക്കെ, സോ ഇനി ഡിപ്പെൻഡന്റ് സോഴ്സ് എന്താണ്? ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് വെച്ചാൽ സിമ്പിൾ ഒരു ഡയമണ്ട് സിമ്പിളിനകത്ത് പ്ലസ് മൈനസ് ആണെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഡയമണ്ട് സിമ്പിളിനകത്ത് ഒരു ആരോ മാർക്ക് ആണെങ്കിൽ അത് കറണ്ട് സോഴ്സ് ആണ്. ഇതിന്റെ ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, സോ ഡിപ്പെൻഡന്റ് സോഴ്സ് ഞാൻ രണ്ടെണ്ണം കൂടെ വരയ്ക്കാം ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടി. സോ പ്ലസ് മൈനസ് ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, അതുപോലെ തന്നെ ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. ഇനിയും ഈ സോഴ്സിന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്? നമ്മൾ നേരത്തെ ബ്രാഞ്ച് എന്ന് പറഞ്ഞു. ഏതെങ്കിലും വേറെ ആ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലെ കറണ്ടിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും എലിമെന്റിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇത് 10V1 എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. 10V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. എങ്ങനെ മനസ്സിലായി? പ്ലസ് മൈനസ് സിമ്പൽ ഉള്ളതുകൊണ്ട് അത് വോൾട്ടേജ് സോഴ്സ് ആണ്. പക്ഷെ ഇത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? ഏതോ നെറ്റ്വർക്കിലെ ഏതോ ഭാഗത്തുള്ള ഒരു എലിമെന്റ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്നേരം 10V1. സോ ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? ഒരു വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് സോഴ്സ്, അതുകൊണ്ടാണ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ ആ വോൾട്ടേജ് സോഴ്സിന്റെ സിമ്പിൾ തന്നിട്ട് 10I എന്ന് പറയാം. സോ 10I എന്താണ്? ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, പക്ഷേ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? കറണ്ടിനെയാണ്. അതിനെ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ഇവിടെ അതേപോലെ 10V1 എന്ന് പറയാം. സോ എന്നാൽ ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, ഡിപ്പെൻഡന്റ് ഓൺ വോൾട്ടേജ്. സോ അതിന്റെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. അതുപോലെ ഇത് 10I എന്നും എഴുതാം. ദാറ്റ് ഈസ് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ പ്ലസ് മൈനസ് ഈ ഡയമണ്ട് സിമ്പലിനകത്ത് പ്ലസ് മൈനസ് സിമ്പൽ കാണുവാണെങ്കിൽ അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, ആരോ മാർക്കാണ് കറണ്ട് സോഴ്സ് ആണ്. അതിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിന്റെ വാല്യൂ എന്നുള്ളതാണ് ഈ V1I എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. കറണ്ടിനെയാണോ വോൾട്ടേജിനെയാണോ എന്നുള്ളത്. സോ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്. എപ്പോഴും ആരോ മാർക്ക് ഉണ്ടെങ്കിൽ, സോഴ്സിനകത്ത് ആരോ മാർക്ക് ഉണ്ടെങ്കിൽ അതൊരു കറണ്ട് സോഴ്സ് ആയിരിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട, കറണ്ട് സോഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് സോഴ്സസ് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സോ ദാറ്റ് ഈസ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നെറ്റ്വർക്ക് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് നെറ്റ്വർക്കിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെന്താണ് ഈ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു വോൾട്ടേജ് സോഴ്സ്
ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. അതായത് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഏതെങ്കിലും രണ്ട് പോയിന്റ്സിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇത് വി ആണ് അതിന്റെ വോൾട്ടേജിന്റെ വാല്യൂ. ഇതിനകത്തോട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ സേ ഇറ്റ് ഇസ് ആർ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്കൊരു കറണ്ട് സോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കറണ്ട് സോഴ്സ് എങ്ങനെയാണ്? ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്. അതുപോലെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ എന്താക്കി മാറ്റാം? കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റുകയും ചെയ്യാം. ഓക്കെ, സോ അന്നേരം നമ്മുടെ ഈ കറണ്ട് സോഴ്സ് നമുക്ക് ഇപ്പോൾ അറിയണം ഇതിന്റെ വാല്യൂ എന്താണ്. സോ കറണ്ട് സോഴ്സിന്റെ വാല്യൂ ഓംസ് ലോ യൂസ് ചെയ്താൽ മതി. സോ ഐ വിൽ ബി ഈക്വൽ ടു ഈ വി ബൈ ആർ. ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ ആയിരിക്കും ഈ കറണ്ട് സോഴ്സിന്റെ വാല്യൂ. ഇനി റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ സെയിം ആർ തന്നെ ആയിരിക്കും. അന്നേരം വോൾട്ടേജ് സോഴ്സിനെ ഒരു കറണ്ട് സോഴ്സ് ആക്കി മാറ്റാം, അതുപോലെ കറണ്ട് സോഴ്സിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റുകയും ചെയ്യാം. അതിനെയാണ് നമ്മൾ പറയുന്നത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്. തിരിച്ച് ഇപ്പൊ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. വോൾട്ടേജ് സോഴ്സ് ആക്കണേ എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് വരച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം തന്നെയാണ്. ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. കറണ്ട് സോഴ്സിന്റെ വാല്യൂ ഇൻറ്റു ആ ഇന്റേണൽ റെസിസ്റ്റൻസ്, അതായിരിക്കും അതിന്റെ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. സോ ദിസ് ഈസ് കോൾഡ് എ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലപ്പോഴും നമുക്ക് നെറ്റ്വർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, ഗേറ്റ് അതേപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുമ്പോൾ ചില നെറ്റ്വർക്ക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഇനി അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് മെഷ് അനാലിസിസ് ആണ്. മെഷ് അനാലിസിസ് ആൻഡ് നോഡ് വോൾട്ടേജ് അനാലിസിസ്. സോ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്, നമ്മൾ എന്താണ് നെറ്റ്വർക്ക് എന്ന് നോക്കി. സോ നെറ്റ്വർക്ക് ഈസ് ആൻ ഇന്റർ കണക്ഷൻ ഓഫ് വേരിയസ് എലിമെന്റ്സ്. എലിമെന്റ്സ് എന്താണെന്ന് നോക്കി. നമ്മൾ സർക്യൂട്ട് നോക്കി. സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത്, അല്ലെങ്കിൽ സർക്യൂട്ട് ഓർ ലൂപ്പ് ഇസ് എ ക്ലോസ് പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ്. ഈ ലൂപ്പിനകത്ത് ലൂപ്പ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ മെഷ് എന്ന് പറയും. സോ മെഷ് അനാലിസിസ് വിൽ ബി ഡിസ്കസിംഗ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Third, we have seen the various elements, that is resistor, inductor, capacitor, voltage source and current source. ഇത് മൂന്നെണ്ണത്തിനെ പാസീവ് എലിമെന്റ്സ് എന്ന് പറയും. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ബിക്കോസ് ഇറ്റ് ക്യാൻ അബ്സോർബ് ഓർ സ്റ്റോർ എനർജി. അതിന് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് വേറെ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറന്റ് സോഴ്സ് എടുക്കുവാണെങ്കിലോ അതിനെ ആക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറയും. അതിന്റെ വോൾട്ടേജും കറണ്ടും സപ്ലൈ ഓർ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെ ആക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറയും. ഓക്കെ, സോ പിന്നെ നമ്മൾ നോക്കിയത് വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ നോക്കി. സോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് ഇൻഡിപെൻഡന്റ് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ലോഡ്. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്താണ്? പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണ് ടെർമിനൽ വോൾട്ടേജ് കുറയും. എന്തുകൊണ്ടാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. സോ അന്നേരം ഐഡിയൽ വോൾട്ടേജ് സോഴ്സും പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ഇസ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. Similarly, current source, ideal current source is a current source which can supply constant current. Similarly, practical current source എന്താണ്? Ideal current source in parallel with a resistance. Current source ആകുമ്പോൾ parallel with a resistance ആണ്. വോൾട്ടേജ് സോഴ്സ് ആകുമ്പോൾ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആണ്. തിരിച്ചു പറയുകയാണെങ്കിൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. ഐഡിയൽ കറന്റ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അതോട് ഓർത്തോണം. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ R is equal to 0. ഐഡിയൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ R is equal to infinity. ഓക്കെ, സോ ഇത് രണ്ടും ഓർത്തിരിക്കണം. ഇനിയും വേറൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത് എത്ര വോൾട്ടേജ് ആണെന്ന് പറയുന്നു, അതായിരിക്കും അത് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എന്താണ്? ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ആ വോൾട്ടേജിന്റെയോ അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിന്റെയോ അല്ലെങ്കിൽ കറന്റ് സോഴ്സിന്റെ വാല്യൂ ആ നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഭാഗത്തുള്ള കറണ്ടിനെയോ വോൾട്ടേജിനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെയാണ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ്. ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ സിമ്പൽ ഒരു ഡയമണ്ട് സിമ്പൽ ആണ്. അതിനകത്ത് പ്ലസ് മൈനസ് ആണെങ്കിൽ അത് വോൾട്ടേജ് സോഴ്സ് ആണ്. ആരോ മാർക്ക് ആണെങ്കിൽ അത് കറന്റ് സോഴ്സ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ്, സർക്കിൾ ആയിരിക്കും അതിന്റെ സിമ്പിൾ. പ്ലസ് മൈനസ് ആണ് വോൾട്ടേജ് സോഴ്സ്, ആരോ മാർക്ക് ആണെങ്കിൽ കറന്റ് സോഴ്സ്. സോ ഇതാണ് വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ്. പിന്നെ നമ്മൾ നോക്കിയത്
സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി റീപ്ലേസ് ബൈ എ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്. ഈ വീഡിയോയിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ മെഷ് അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. So we'll meet with next video with mesh analysis. Okay, thank you.